അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗർഭസ്ഥ ശിശുക്കൾ മുതലുള്ള കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും ലോക നേതാക്കളും വത്തിക്കാനിൽ യോഗം ചേർന്നു. യുദ്ധത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കുടിയേറ്റത്തിന്റെയും അനന്തരഫലമായി വിദ്യാഭ്യാസവും സംരക്ഷണവും നിഷേധിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെടുന്ന കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടി അവരെ സംരക്ഷിക്കുക എന്ന പേരിൽ ഫെബ്രുവരി 3-നാണ് ദ്വിദിന ഉച്ചകോടി ആരംഭിച്ചത്. ഗർഭചിത്രം എന്ന കൊലപാതക രീതിയിലൂടെ ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ നശിപ്പിക്കപ്പെടുന്നു. ഇത് കുട്ടികളുടെ ജീവിതത്തെ നാമാവശേഷമാക്കുകയും മുഴുവൻ സമൂഹത്തെയും പ്രതീക്ഷയുടെ ഉറവിടം ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്ന് മാർപ്പാപ്പ ചർച്ചയിൽ വ്യക്തമാക്കി. ഡാനിയൽ ഓർട്ടേഗയുടെയും റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യത്താൽ പുറത്താക്കപ്പെട്ട മതകൽപ്പ ബിഷപ്പ് റൊളാൻഡോ അൽവാരസുമായി ബിഷപ്പ് ജോസ് ഇഗ്നാസിയോ റോമിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. പ്രവാസത്തിൽ കഴിയുന്ന ബിഷപ്പ് അൽവാരസിനെ താൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സ്പാനിഷ് പുരോഹിതന്റെ റേഡിയോ പരിപാടിയായ സെക്സ്റ്റോ കോണ്ടിനെന്റിലാണ് ബിഷപ്പ് ജോസ് ഇഗ്നാസിയോ വിവരിച്ചത്. അത്ഭുതകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അതെന്നും ബിഷപ്പ് ജോസ് ഇഗ്നാസിയോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ആരംഭിച്ച കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ഉച്ചകോടിയിൽ പുതിയ പേപ്പൽ രേഖയുടെ പ്രമേയം കുട്ടികളെക്കുറിച്ചായിരിക്കുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി 3-4 തീയതികളിൽ ദ്വിദിന പരിപാടിയായിട്ടാണ് വത്തിക്കാനിൽ വെച്ച് കുട്ടികൾക്കായുള്ള ഉച്ചകോടി നടക്കുന്നത്. ഈ പ്രതിബദ്ധതയ്ക്ക് തുടർച്ച നൽകുന്നതിനും സഭയിലുടനീളം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരു പ്രബോധനം തയ്യാറാക്കാൻ ഞാൻ പദ്ധതിയിടുന്നുവെന്ന് ഉച്ചകോടിയിലെ സദസ്സിൽ മാർപ്പാപ്പ പങ്കുവച്ചു. ലാസ്റ്റ് സൺഡേസ് ഇൻ പ്ലെയിൻസ് എ സെന്റിനൈൽ സെലിബ്രേഷൻ എന്ന കൃതിക്ക് മികച്ച ഓഡിയോ ബുക്ക്, ആഖ്യാനം, കഥ പറച്ചിൽ, റെക്കോർഡിംഗ് എന്നിവയ്ക്ക് മുൻ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർക്ക് മരണാനന്തര ഗ്രാമി അവാർഡ് ലഭിച്ചു. ഈ ഓഡിയോ ബുക്കിൽ കാർട്ടറിന്റെ അവസാന സൺഡേ സ്കൂൾ പാഠങ്ങളുടെ റെക്കോർഡിംഗുകൾ ഉൾപ്പെട്ടിരുന്നു. കാർട്ടറുടെ ചെറുമകൻ ജെയ്സൺ കാർട്ടർ അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് സ്വീകരിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.